ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സോപ്പ് മേക്കിംഗ് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് വരെയുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതുപോലെ ഒരു 100 ഗ്രാമിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. സോപ്പ് ബേസ് പ്രീമിയം ക്വാളിറ്റി ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിന്ന് മഞ്ചിഷ്ട സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അധികം കുഞ്ഞതായിട്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും. നമുക്ക് അധികം സമയമൊന്നും അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായി കിട്ടും. അപ്പോൾ ചെറിയ കുഞ്ഞു പീസുകളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വലിയ പീസുകളൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്, അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 100 ഗ്രാമിൻ്റെ ബേസ് നമ്മൾ ചെറിയ പീസുകളാക്കി നല്ല ക്വാളിറ്റിയുള്ള ബേസാണ്. നല്ല കട്ടിയുണ്ട്. ബേസ് സോപ്പിനാണെങ്കിലും നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞ് തീരുകയില്ല, കുഴാന്നിരിക്കുകയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ബൗൾസോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അലുമിനിയം പാത്രത്തിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോഴത്തേനും സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മെൽറ്റായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ചൂട് കയറുന്നതനുസരിച്ച് പെട്ടെന്ന് ഇതായി കിട്ടും. മറ്റേ അല്ലാണ്ടുള്ള പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. സിലിക്കൺ ടൈപ്പ് അങ്ങനത്തെ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മെൽറ്റാവാനായിട്ട് കുറേ അധികം താമസം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിൽ നമ്മളുടെ സോപ്പ് ബേസിൻ്റെ പാത്രം വെക്കുക. അങ്ങനെയാണ് ഡബിൾ ബോയിലിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ചില ആൾക്കാർക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. പറഞ്ഞു തരുന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുന്നു, അവർക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് മഞ്ചിഷ്ടയുടെ പൗഡറാണ് എടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ കുറേയധികം പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കാണ് മഞ്ചിഷ്ടയുടെ മിക്സുകളൊക്കെ, കൂട്ടുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊരു സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾക്ക് ഇത് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടറിലോ DM വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജെല്ലുകൾ അലോവേര ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് കറക്റ്റായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കണം. ഓരോ ഡ്രോപ്പ് വൈറ്റമിൻ ഇ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി അടുപ്പിൽ നിന്ന് എടുത്ത് വെക്കാം. നമുക്ക് മോൾഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്മെല്ല് വേണം. അപ്പോൾ നമ്മളൊരു വുഡി ടൈപ്പ് സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഒരു വുഡിൻ്റെ ടൈപ്പ് സ്മെല്ലാണ്. നമുക്കൊരു ആയുർവേദ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വുഡിൻ്റെ ടൈപ്പ് സ്മെല്ലുകളാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിലേക്കൊരു 1 ml മാത്രം സ്മെല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഡ്രോപ്പറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്മെല്ലൊക്കെ എടുത്തിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഇളക്കിയാൽ ഇങ്ങനെ പത കൂടിക്കൊണ്ടിരിക്കും. എന്നാലും ജസ്റ്റ് ഞാൻ സ്പീഡിൽ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഇളക്കുന്ന പോലെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കുറച്ചെങ്കിലുമൊക്കെ ഒരു പതയുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒരു റബ്ബിങ് ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ നമുക്ക് വയ്ക്കാം. അതിന് മുന്നേ നമ്മൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പം റബ്ബിങ് ആൽക്കഹോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലത്തെ ഇത് വെച്ചിട്ടൊന്നും ചെയ്യരുത്. സ്പൂൺ വെച്ചിട്ട് ഇതിന് മുകളിൽ ആ ഒരു പത ജസ്റ്റ് നീക്കി കൊടുക്കുകയാണെങ്കിൽ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുണ്ട്, നമ്മളുടെ ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്.
ഇതിനി ഞാൻ കുറേ സമയം കൂടെ വെച്ചു, അതായത് ഒരു 3-4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനുള്ള അവസ്ഥയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. കാരണം ഇതുണ്ട്, ഇതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ വിയർപ്പ് തുള്ളികൾ വരുന്നത് പോലെ വരും. അത് മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തൂക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി കൊടുത്താൽ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ പേപ്പർ ഇല്ലെങ്കിൽ ഒരു തുണി എപ്പോഴും നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് തുടച്ച് കളയുക കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് ഇത് പൊക്കോളും, ആ വെള്ളമെല്ലാം മാറിപ്പൊക്കോളും. അപ്പോൾ ഇതിന് നമുക്ക് അൺമോൾഡ് ചെയ്യാം. അപ്പോൾ എന്താ നല്ല അടിപൊളി നല്ല കട്ടിയുള്ള സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പുറത്തുകൂടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് സൈഡെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പറാക്കി എടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചാർക്കോൾ സോപ്പ് പോലെ ഇരിപ്പുണ്ട്, പക്ഷേ റെഡ് കളർ തന്നെയാണ്, ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വേണം പൊതിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ സോപ്പ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നമ്മൾ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതായത് നല്ല ഭാഗം താഴെ വെക്കുക, ചീത്ത ഭാഗം മുകളിൽ വെക്കുക. അപ്പോൾ ഇത് ഞാൻ വേറെ ഇതിലുണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പും കൂടെ ഇതിലേക്ക് വെക്കുന്നുണ്ട്, ഓവൽ ഷേപ്പ്. അപ്പോൾ രണ്ടും പൊതിയുന്ന എളുപ്പമുള്ള രീതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ടും വെച്ച് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഷീറ്റിൽ, അതായത് ഇത്ര എടുക്കുമ്പോൾ നമുക്ക് ഒരു സോപ്പ് പൊതിയുന്നെടുത്ത് 2 സോപ്പ് നമുക്ക് പൊതിയാം. വെറുതെ വേസ്റ്റാക്കി പേപ്പർ കളയണ്ട, അതായത് പ്ലാസ്റ്റിക് കളയണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. സോപ്പ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു അളവ്, അത് പൊതിയാനുള്ള അളവ് മാത്രം എടുക്കുക. അപ്പം ഇനി ഇത് നമുക്ക് ഇങ്ങനത്തെ ഈ റെക്റ്റാങ്കിൾ മോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ സോപ്പൊക്കെ ആണെങ്കിൽ പൊതിയാൻ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡ് നല്ലപോലെ വലിച്ചത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല രീതിയിൽ ഒട്ടി കിട്ടും കേട്ടോ. അപ്പോൾ വേണ്ട, ഇനി നമുക്കിതുപോലെയൊക്കെ ചെറിയ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുണ്ട് ഇന്നൊന്ന് തൂത്ത് കൊടുത്താൽ മതി, അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ നല്ല ഇപ്പോൾ സോപ്പ് പൊതിഞ്ഞിട്ടുണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഇനി നമുക്ക് ഓവൽ ഷേപ്പ് പൊതിയുന്ന ആൾക്കാർ മിക്ക ആൾക്കാരെ എനിക്കിപ്പം മിക്കൊരു സ്റ്റാറ്റസൊക്കെ ഇടുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പൊതിയുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി വൃത്തികേടായിട്ടാണ് ഇരിക്കുക. അപ്പോൾ സോപ്പ് നല്ല ഭംഗിയുണ്ടായിരിക്കും, പക്ഷേ പൊതിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേനും അത് അപ്പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചൊറി പിടിച്ച പോലെ ഒരു രീതിയിൽ പൊങ്ങി അങ്ങനെ ഇരിക്കും, പക്ഷേ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതുണ്ടാവും ഈ ഒരു രീതിയിൽ ജസ്റ്റ് അങ്ങോട്ട് ഈ ഇങ്ങനെ കോർണേഴ്സ് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് പൊതിഞ്ഞതുണ്ട്, ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുണ്ടാവും ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ അടിച്ചെടുക്കാം നമ്മളുടെ സോപ്പിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അടിഭാഗത്തേക്ക്, അതായത് ചീത്ത ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സുമായി സോപ്പ് നല്ല അടിപൊളി പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു ബ്രാൻഡ് സോപ്പൊക്കെ അതിലുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിനുള്ള ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സും ഉണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റിക്കർ നമ്മൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സോപ്പ് നമുക്ക് റെഡിയാക്കിയിട്ട്, സോപ്പ് റെഡിയാക്കിയിട്ട് എന്നല്ല, നമ്മുടെ പാക്കിങ്ങും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ട നല്ല എന്ത് ഭംഗിയാന്ന് നോക്കിയ സോപ്പ് കാണാൻ തന്നെ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണേലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയായിട്ട് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പൊതിഞ്ഞും കൂടെ നോക്കാം. ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്താണേലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടിപൊളി സോപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ബേസുകളും അതുപോലെ തന്നെ വെറൈറ്റി സ്മെല്ലുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലോക്കൽസ് കിട്ടാത്ത ടൈപ്പ് സ്മെല്ലുകളൊക്കെ അവൈലബിൾ ആണ്, വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പം ഉദ്യമാധാറൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ആ ഒരു നമ്പരും നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ കവറിൽ കൊടുക്കാം.